ചൈനീസ് ഇറക്കുമതികൾക്ക് 100% തീരുവ ചുമത്തുമെന്ന ഡൊണാൾഡ് ട്രംപ് ഭീഷണിയെ ഭയക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ചൈന. നിലപാടിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ചൈന അറിയിച്ചിട്ടുണ്ട്. നവംബർ 1 മുതൽ സോഫ്റ്റ്വെയറുകളിൽ പുതിയ നിയന്ത്രണങ്ങൾക്കൊപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ധാതുഖനനവും സംസ്കരണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതിയിൽ ചൈന വ്യാഴാഴ്ച പ്രഖ്യാപിച്ച പുതിയ നിയന്ത്രണങ്ങൾക്ക് ബദലായാണ് അമേരിക്ക അധിക തീരുവ ചുമത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലെ സൗത്ത് കരോലീനയിൽ നടന്ന വെടിവെപ്പിൽ 4 മരണം, 20 പേർക്ക് പരിക്കേറ്റു. സെന്റ് ഹെലേന ദ്വീപിലെ വില്ലീസ് ബറാലിയിലായിരുന്നു സംഭവം. പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആക്രമണമുണ്ടായത്. നിരവധി പേർ സമീപത്തെ വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും അഭയം പ്രാപിക്കുകയായിരുന്നു. അക്രമി ആരാണെന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. 4 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അജ്മാനിൽ മാനസിക നില തെറ്റിയ നിലയിൽ കണ്ടെത്തിയ യുവതി മനുഷ്യക്കടത്തിന്റെ ഇരയെന്ന് കുടുംബം. ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയായ 25-കാരിയാണ് സെക്സ് റാക്കറ്റിന്റെ വലയിലകപ്പെട്ടത്. ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്ത് എത്തിച്ചത് കാർത്തികപ്പള്ളി സ്വദേശിനി താര സുരേന്ദ്രനാണെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നു. സെക്സ് റാക്കറ്റിന് വഴങ്ങാൻ തയ്യാറാകാതായതോടെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം യുവതിയെ തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച യുവതി. ഈ കാണുന്ന വീട്ടിലാണ് കഴിഞ്ഞ മെയ് മാസം വരെ കുഞ്ഞുമായി അവർ താമസിച്ചത്. കയറിക്കിടക്കാൻ ഒരു വീടും കുഞ്ഞിന്റെ വിദ്യാഭ്യാസവും ലക്ഷ്യം വെച്ചാണ് 40,000 രൂപ ശമ്പളം നൽകാമെന്ന താരയുടെ വാഗ്ദാനത്തിൽ അജ്മാനിലേക്ക് 25-കാരി വിമാനം കയറുന്നത്. കൂലിപ്പണിക്കാരായ രക്ഷിതാക്കൾ വിസ ചെലവിനായി 2 ലക്ഷം രൂപയും താരയ്ക്ക് നൽകിയതായി പറയുന്നു. ആശുപത്രിയിൽ ക്ലീനിംഗ് ജോലിയായിരുന്നു വാഗ്ദാനം ചെയ്തത്. ഗൾഫിലെത്തിയതോടെയാണ് യുവതി കെണിയിലകപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം മെയ് 6-ാം തീയതിയാണ് അജ്മാനിലേക്ക് രാത്രി 9:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. 12:30 അവിടെ എത്തിയെന്നും പറഞ്ഞ് അച്ഛൻ്റെ സിസ്റ്ററിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ രാവിലെ വീട്ടിലോട്ട് വിളിച്ചോളാന്ന് പറയണേന്ന് പറഞ്ഞ് അങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ടല്ലേ? എങ്ങനെയായി വിദേശത്തേക്ക് പോയത്? എന്ത് ജോലിക്കായിട്ടാണ് പോയത്? ആദ്യത്തെ പ്രാവശ്യം പോയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അത് അവിടെ ഇരുന്ന് വിളിക്കുകയോ എടുക്കുകയോ നമ്മളോട് സംസാരിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോയ പ്രാവശ്യത്തെ നമ്മളെ വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ അപൂർവം മാത്രമേ നമ്മളോട് സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുള്ളൂ. ഈ രണ്ടാമത് പോയതിനു ശേഷം അല്ലേ? അപ്പോൾ ഈ രണ്ടാമത് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയായിരുന്നു? അവൾക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവളെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്കൊരു വീട് വെക്കണമെന്നുള്ള ലക്ഷ്യവും പിന്നെ കടങ്ങളും കാര്യങ്ങളും